സോ ഫൈനലി ഞാൻ 20,000 അണ്ടറിലുള്ള കുറച്ച് ബെസ്റ്റ് ഫോൺസിന്റെ ലിസ്റ്റായിട്ട് വന്നിരിക്കുകയാണ്. അതെ, കുറച്ചേറെ കഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ലിസ്റ്റിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ കുറച്ച് ക്രൈറ്റീരിയസ് ഞാൻ പറയാം. ഒന്ന് 5G ആയിരിക്കണം, അതേപോലെ തന്നെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കണം. ഇനി മൂന്നാമത്തത് ഡിമെൻസിറ്റി 6300, 6400, 6436, 6336 തുടങ്ങിയ സാധനമൊന്നും കാണത്തില്ലായിരിക്കും. ആ ചിപ്സെറ്റ് ഞാൻ പറ്റുന്ന പോലെ ഒഴിവാക്കുന്നുണ്ട്. ഇനി ഫോർത്ത് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൺസ്ട്രെയിൻ ആണ്. അതായത് ഞാൻ പറയുന്ന ഫോൺസ് ഏതൊക്കെ സ്റ്റോക്കിൽ നിൽക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം നോട്ട് ഡെലിവറബിൾ ആയിരിക്കാം. ഞാൻ ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ല കാണുന്നത്, നോട്ട് ഡെലിവറബിൾ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷൻ നോക്കുക വെച്ചിട്ട്, ഇല്ലെങ്കിൽ വേറെ ലൊക്കേഷൻ മാറ്റി വെച്ച് നോക്കുക, മീൻസ് റിലേറ്റീവ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കുക. കിട്ടുവാണെങ്കിൽ അങ്ങ് മേടിക്കുക, ഇത്ര പറയാനുള്ളൂ. ഈ പറഞ്ഞ ഫോൺസ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോൺസ് ആണ്. അതാണ് ഇനിയിപ്പോൾ തുടങ്ങിയേക്കാം. ഫസ്റ്റ് തന്നെ 5ാം സ്ഥാനത്ത്, അതായത് 5th പൊസിഷനിൽ എനിക്ക് പറയാനുള്ളത് ഇൻഫിനിക്സിന്റെ ഒരു ഫോണാണ്. ഇൻഫിനിക്സിനെ ഈ സമയത്ത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം ഇൻഫിനിക്സിന്റെ ഫോൺസ് ഒക്കെ അത്യാവശ്യം നൈസാണ്. ഇൻഫിനിക്സിന്റെ നോട്ട് 50S 5G+ എന്നാണ് ഈ ഒരു ഫോണിന്റെ പേര്. ആക്ച്വലി ഇതൊരു കൈൻഡ് ഓഫ് ഗുഡ് ഫോണാണ്. നിലവിൽ പ്രൈസ് 23,000 എന്നൊക്കെയാണ് ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നത്. പക്ഷേ ഈ ഓഫർ ടൈമിൽ സ്റ്റോക്കിൽ വരുമ്പോൾ അത് ഇച്ചിരി താഴാറുണ്ട്. ഒരു 20,999 റേഞ്ച് വരെയൊക്കെ വരാറുണ്ട്. 20 ആക്ച്വലി ഇത് 15-16 ലോഞ്ച് ചെയ്ത ഫോണാണ്, 17. അപ്പോൾ അറിയാലോ. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ കർവ്ഡ് ആമോലെഡ് ഉണ്ട്, 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഡിമെൻസിറ്റി 7300 അൾട്ടിമേറ്റ് ഉണ്ട്, LPDDR4X UFS 2.2 ആണ്, XOS 15, Android 15, 2 മേജർ OS ഉണ്ട്, അതേപോലെ 3 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റും ഉണ്ട്, 64 MP പ്രൈമറി ക്യാം, 2 MP പ്രൊസസ്സറും, 13 ഫ്രണ്ട് ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 5500 mAh ബാറ്ററി, 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറുമാണ്. സോ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് ചിലപ്പോൾ 20K വരാറുണ്ട്, 21K ഒക്കെ വരാറുണ്ട്. ഇത് നിങ്ങൾ എന്തായാലും സ്റ്റോക്കിലുണ്ടോ നോക്കുക, സ്റ്റോക്കിലില്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അടുത്തായിട്ടുള്ള ഫോണാണ് പോക്കോയുടെ പോക്കോ X7 5G. അതെ, പോക്കോ നമ്മൾ പിന്നെ സജഷനിലേക്ക് കൊണ്ടുവരണം, കാരണം ഇപ്പോഴാണ് പോക്കോയുടെ വില നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പോക്കോ തരക്കേടില്ലാത്ത പ്രൈസിലാണ് ഇപ്പോഴും നിലനിർത്തി വെച്ചേക്കുന്നത്. സോ ആ ഒരു ഫോൺസൊക്കെ ബാക്കി പുതിയതായിട്ട് ഇറക്കുന്ന ഫോൺസിനൊക്കെ ബെറ്ററാണ്. അതാണ് അവസ്ഥ. പുതിയ ഫോൺസ് മേടിക്കണ്ട, പഴയത് മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 6.61 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള കർവ്ഡ് ആമോലെഡ് ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, 7300 അൾട്രാ ഡിമെൻസിറ്റി ചിപ്സെറ്റ് ആണ്, LPDDR4X UFS 2.2, HyperOS 2 ആണ്, അതേപോലെ Android 15 ഉണ്ട്, 3 മേജർ അപ്ഡേറ്റ്സ്, 4 years സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്, 50 MP ട്രിപ്പിൾ ക്യാമറ, 8 അൾട്രാവൈഡ് ഉണ്ട്, പിന്നെ പ്രസനം 20 MP ഫ്രണ്ട് ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, 5500 mAh ബാറ്ററി, 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ. നിലവിൽ ഫ്ലിപ്കാർട്ടിൽ 18,000 ആണ് പ്രൈസ്. നോട്ട് ഡെലിവറബിൾ ആണ് എൻ്റെ ലൊക്കേഷനിൽ. സോ നിങ്ങൾ നിങ്ങളുടെ ലൊക്കേഷനിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, കിട്ടുവാണെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ ചെട്ടി, അത്രേ ഉള്ളൂ. മേ ബി ഇടയ്ക്ക് ഇങ്ങനെ കറക്റ്റ് സ്റ്റോക്ക് ഡെലിവറി നമുക്ക് കിട്ടുമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു ഫോൺ പെർഫോമൻസ്, നോർമൽ യൂസ്, സോഷ്യൽ മീഡിയ തുടങ്ങിയ ആൾക്കാർക്ക് എടുക്കാം. ക്യാമറ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, പുതിയ ഫോൺസിലെയൊക്കെ ഭേദമായിരിക്കും ഇത്. ഈ ഫോൺസ് ഒക്കെ മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ ഈ ഫോൺസ് ഒക്കെ ക്യാമറയുടെ കാര്യത്തിലാണ് തകർന്നു പോയത്. ഈ പോക്കോയൊക്കെ പൊതുവെ അങ്ങനെയാണ് തകരാറ്, പിന്നെ സോഫ്റ്റ്വെയർ. ബട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു ചിപ്സെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട്, അതായത് ഈ ഒരു ചിപ്സെറ്റും വെച്ച് ആ HyperOS ഒക്കെ ഓടിക്കോളും. പിന്നെ ക്യാമറ ആണെങ്കിലും തരക്കേടില്ല. അതായത് ഇപ്പൊ കൊള്ളാം, ഇപ്പോഴാണ് എനിക്ക് മൊഞ്ച് കൂടുതൽ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം മൊഞ്ചുണ്ട്, അതാണ്. അപ്പോൾ ഇത് നോക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ടുള്ള 2 ഫോൺസ് ആണ്. ഈ 2 ഫോൺസും സ്റ്റോക്കിലുണ്ട്, കറക്റ്റ് പ്രൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കാരണം വേറെ മോഡൽസിലേക്ക് നോക്കണം, കാരണം ഇത് അറ്റ്ലീസ്റ്റ് സാധ്യതയുണ്ട് സ്റ്റോക്കിൽ നിൽക്കാൻ, അതേപോലെ നിങ്ങളുടെ ഡെലിവറിയിലുള്ള അഡ്രസ്സിൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ഫോൺസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ വർഷമാണ്, ഇപ്പോൾ പ്രൈസ് കൂടി നിൽക്കുന്ന ഫോൺസാണ്. പക്ഷേ ഈ ഒരു ഓഫർ സെയിൽ വന്നപ്പോൾ കുറച്ച് കുറഞ്ഞു. സോ ഫോൺസ് 2 ഉണ്ട്. ഒന്ന് iQOO Z11X ആണ്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.76 ഇഞ്ചിന്റെ ഫുൾ HD+ IPS LCD ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഡിമെൻസിറ്റി 7400 അൾട്ടിമേറ്റ് അല്ല, ടർബോ ആണ്, ടർബോ. LPDDR4X UFS 3.1 ആണ്, ഒറിജിനൽ OS 6 ഉണ്ട്, Android 16, 2 മേജർ അപ്ഡേറ്റ്സ് ഉണ്ട്, 4 years സെക്യൂരിറ്റി, 50 MP ഡുവൽ ക്യാമറ, അൾട്രാവൈഡ് ഇല്ല, 32 ഫ്രണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 7200 mAh ബാറ്ററി ഉണ്ട്, 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. നിലവിൽ ഇതിന്റെ പ്രൈസ് 22,000 ആണ്. പക്ഷേ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, അതായത് SBI അങ്ങനെ കുറച്ച് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 21K കിട്ടും, വിച്ച് ഈസ് കൈൻഡ് ഓഫ് ഗുഡ് ഡീൽ അറ്റ് പ്രസന്റ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ ഇല്ലെങ്കിൽ ആരുടെയിലോട്ടോ ചോദിക്കുക, ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരോടെയൊക്കെ ചോദിച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 21K കിട്ടും. 21K നിലവിലെ സാഹചര്യത്തിൽ ഇത് കൺസിഡറബിൾ ഓപ്ഷനാണ്, അതർ ദാൻ ഗോയിങ് ഫോർ ചവർ OnePlus N6 ആൻഡ് ഓൾ. അപ്പോൾ അതിൽ ഒത്തിരി ഭേദമായിരിക്കും ഇതിലേക്ക് തന്നെ പോകുന്നത്. ഇനി അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ P4X ആണ്. അതെ, റിയൽമി ഒക്കെ വളരെ റെയർ ആണ് ഇപ്പോൾ പറയാൻ പറ്റുന്നത്.
കാരണം എല്ലാം ചവർ സാധനങ്ങളൊക്കെ. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 6.72 ഇഞ്ചിന് ഫുൾ HD പ്ലസ് IPS LCD ആണ്, 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, Dimensity 7400 Ultra ആണ്. ഇവിടെ അൾട്ടിമേറ്റ് അല്ല, ടർബോയും അല്ല. LPDDR4X ആണ്, UFS 2.2 ആണ്, Realme US 7.0 ആണ്, Android 15 ആണ്. 2 മേജർ അപ്ഡേറ്റ്സ്, 3 years സെക്യൂരിറ്റി ഉണ്ട്, 50 മെഗാപിക്സൽ ഡുവൽ ക്യാം, 8 മെഗാപിക്സൽ ഫ്രണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 7000 mAh ബാറ്ററി, 45 വാട്ട്സിന് ഫാസ്റ്റ് ചാർജറും ആണ്. നിലവിൽ ഈ ഒരു ഫോണിന്റെ പ്രൈസ് 2499 ആണ് ഫ്ലിപ്കാർട്ടിൽ. പക്ഷെ എന്റെ അഡ്രസ്സിലേക്ക് ഡെലിവറി കിട്ടുന്നില്ല. സോ നിങ്ങളുടെ അഡ്രസ്സ് ചെക്ക് ചെയ്ത് നോക്കുക. കുറച്ച് മുമ്പൊക്കെ ഇന്നലെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ കിട്ടിയായിരുന്നു. എനിവേ ചെക്ക് ചെയ്ത് നോക്കുക. 2499 ഐക്യൂനയിലും കുറച്ചുകൂടെ ബെറ്റർ ഡീൽ ആയിരിക്കും ഇത്, കാരണം സിമിലർ സ്പെസിഫിക്കേഷൻ ആണ്. പിന്നെ അതിനകത്ത് കുറെ കോസ്റ്റ് കട്ടിംഗ് ഉണ്ട്, IPS LCD ആണ് രണ്ടിൽ. സോ അതിനകത്തൊന്നും എനിക്ക് പറയില്ല, ആ ഒരു കാലഘട്ടം കഴിഞ്ഞു, അത് പറയാനുള്ള കാലഘട്ടം കഴിഞ്ഞു. സോ ഇതും കൺസിഡറബിൾ ഓപ്ഷൻ ആണ്, എന്തായാലും ചെക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത്, ഈ ഫോൺ സ്റ്റോക്കിലുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഫോൺ. പക്ഷെ അടുത്തതാണ് കുറച്ചുകൂടെ റിലയബിൾ എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ വരാം. ഇനി സെക്കൻഡ് സ്ഥാനത്തുള്ള CMF ഫോൺ 2 Pro ആണ്. ഈ ഫോണും ഇതേപോലെ തന്നെ ഡെലിവറി ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് നമ്മുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ഇല്ലെന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ചെക്ക് ചെയ്യുക. ഇനി അഥവാ ഇടയ്ക്കിടയ്ക്ക് വരും, സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഉടായിപ്പാണെന്ന് എനിക്കറിയില്ല. സോ ഇടയ്ക്ക് വരുവാണെങ്കിൽ എടുത്തോളാം, കാരണം വേറെ ഇനി നോക്കാനില്ല, ഇതിനേലും കൂടി ഒന്നും ഇല്ല. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ഉണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, Dimensity 7300 Pro ഉണ്ട്, LPDDR4X UFS 2.2 ആണ്, Nothing OS 3.2, Android 15, 3 മേജർ അപ്ഡേറ്റ്സ് ഉണ്ട്, 6 years സെക്യൂരിറ്റി ഉണ്ട്, 50 മെഗാപിക്സൽ പ്രൈം ഉണ്ട്, 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ഉണ്ട്, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ഉണ്ട്. എന്നതാ 16 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 5000 mAh ബാറ്ററി, 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ആണ്. ഈ ഫോണിന്റെ ബേസ് വേരിയന്റ് 128 GB നിലവിൽ 18999, അതായത് 19,000 രൂപയാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സിൽ ഉണ്ടോ എന്ന് നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, ഇത് നോട്ടിഫൈ മീ എന്തെങ്കിലുമൊക്കെ അടിച്ചിടുക. ഇടയ്ക്ക് സ്റ്റോക്കിൽ വരുവാണെങ്കിൽ, ഈ പ്രൈസ് സ്റ്റോക്കിൽ നിൽക്കാറുണ്ട്, ഇതിൻ്റെ പ്രൈസ് ഒഫീഷ്യലി കൂടിയിട്ടില്ല, വരുവാണെങ്കിൽ ഇതെടുക്കുക. കാരണം സോഫ്റ്റ്വെയർ ഫൈനാണ്, ക്യാമറ ഫൈനാണ്, ബാക്കി ഓവറോൾ ഡിസ്പ്ലേ ഉൾപ്പെടെ ഫൈനാണ്. ഈ ഒരു സമയത്ത് ഏറ്റവും ഭേദമായിരിക്കും. അതാണ് എനിക്ക് ഉറപ്പില്ല ഇതൊക്കെ സ്റ്റോക്ക് വരും, പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, സ്റ്റോക്ക് വരുവാണെങ്കിൽ ദിസ് ഈസ് ദ സ്റ്റീൽ ഡീൽ. ഇനി അടുത്തായിട്ടുള്ള ഫോണാണ് മോസ്റ്റ് റിലയബിൾ, അതേപോലെ 20,000 താഴെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കുറേ സ്പെസിഫിക്കേഷൻ മാച്ച് ചെയ്യും, ഒരു പ്രശ്നം ഒഴിച്ച്. ഫോൺ മറ്റാരുടെ അല്ല, സാംസങ്ങിൻ്റെ ആണ്. അതെ, കോൺസിക്യൂട്ടീവ് ആയിട്ട് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് സാംസങ്ങിൻ്റെ ഫോൺ ടോപ്പിൽ വരുന്നത്. എനിക്ക് അതിനകത്ത് നല്ല ദണ്ണമുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാനില്ല. അതെ, ഇപ്പോൾ സാംസങ്ങിന് ഭയങ്കര മൊഞ്ചാണ്, പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഫോൺസിന്. നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കാം. 6.70 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, Exynos 1380 ആണ്, LPDDR4X UFS 2.2 ആണ്, 1 US 7 ഉണ്ട്, Android 15 ഉണ്ട്, 6 മേജർ അപ്ഡേറ്റ്സ് ഉണ്ട്, 6 years സെക്യൂരിറ്റി ഉണ്ട്, 50 മെഗാപിക്സൽ പ്രൈം ഉണ്ട്, 8 മെഗാപിക്സൽ അൾട്രാവൈഡ് ഉണ്ട്, പ്രഹസനം ഉണ്ട്, 30 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 5000 mAh ബാറ്ററിയും, 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ ആണ്, 6128, 18999 ആണ് നിലവിലെ പ്രൈസ്. 18999 നിങ്ങൾക്ക് മേടിക്കാവുന്ന സ്റ്റോക്കിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫോൺ ഇതായിരിക്കും. ഇനി ഇതിനകത്തുള്ള ഒറ്റ പോരായ്മ, ഇതിനകത്തുള്ള ചിപ്സെറ്റ് ആണ് Exynos 1380. പക്ഷേ ഈ ചിപ്സെറ്റ് Dimensity 6400, 6300, 6436, 6336 ഇങ്ങനെ 64, 63 കൂട്ടിയുള്ള ഏത് ഡിമെൻസിറ്റിനേലും ബെറ്ററാണ്. കാരണം അതിന്റെ കോർ സ്പെസിഫിക്കേഷൻ വ്യത്യാസമുണ്ട്, ഭേദമാണ്. എന്നായാലും അതിൽ വരുന്ന ലാഗ് ഇതിൽ വരത്തില്ല. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ മേ ബി കാണാം, പക്ഷെ മറ്റേത് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുന്ന ഫോണിനുള്ളതാണ്. ഗെയിം കളിക്കാൻ പറ്റാത്ത ഒരു ഫോണിൽ ഹീറ്റിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ലോജിക്ക് ഞാൻ കാണുന്നില്ല, പേഴ്സണലി ഞാൻ കാണുന്നത്. സോ ഗെയിം ഒന്നും കളിക്കത്തില്ല, നോർമൽ യൂസറാണ്, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫോൺ ഇതായിരിക്കും. അതാണ് അവസ്ഥ. ആ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇനിയിപ്പോൾ കുറച്ച് പേര് ചോദിക്കായിരിക്കും സാംസങ് എത്ര തന്നു ടോപ്പ് 1 കൊടുക്കാൻ. സാംസങ് ഒന്നും തന്നിട്ടുമില്ല, സാംസങ് ഈ ചാനൽ കണ്ടിട്ടുമില്ല, അതേപോലെ സാംസങ് ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. സാംസങ്ങിന് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് ഞാൻ തന്നെയാണ്. പല സാംസങ്ങിന്റെ ഫോൺസ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ഫോൺസ് ഒക്കെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിന്റെ വീഡിയോസും ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ അതിൽ ടാഗ് ചെയ്തിട്ടേക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫോൺസിന്റെയും ലിങ്ക് ഞാൻ പ്രോഡക്റ്റ് ടാഗിൽ ടാഗ് ചെയ്തിടുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചാനൽ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ആമസോൺ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ലിങ്ക് തന്നേക്കാം. സോ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് അവസ്ഥ. ഗതികേട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ഓണറബിൾ മെൻഷൻ ആയിട്ട് ലാവ എടുക്കാൻ പേടിയില്ലാത്തവർക്ക് ലാവ അഗ്നി 3 ഉണ്ട്, 22 സംതിങ് എന്താണ്, അത് ഓഫറിൽ 21-20 റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. എടുക്കാമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫോൺസിനും ബെറ്റർ സ്പെസിഫിക്കേഷൻ ആണ് ആ ഫോണിന്. ഇവൻ Dimensity 83 സംതിങ് ചിപ്സെറ്റും ഉണ്ട്, 8340 അങ്ങനെ എന്തോ 8350 എന്ന് പറഞ്ഞ ചിപ്സെറ്റും ഉണ്ട്. സോ
അത് ഞാൻ പറഞ്ഞത് എന്താ പറയുക, ലാവ എല്ലാവരും എടുക്കണമെന്നില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു, ലാവ എടുക്കാൻ പേടിയില്ലാത്തവർക്ക് ധൈര്യമായിട്ട് എടുക്കാം. അതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോൺസ്. എനിക്കറിയാം കുറേയൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് ഇതന്നെയാണ് നീ പറഞ്ഞൊന്നും സ്റ്റോക്കിലില്ല, ഡെലിവറി ഇല്ല, ഇതാണ് അവസ്ഥ. എനിക്ക് തൊട്ടി സാധനം സജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ ഒരു പ്രശ്നം. OnePlus N6 ഒക്കെ വന്നിട്ടുണ്ട്, എനിക്കത് കണ്ടിട്ട് തന്നെ പറ്റുന്നില്ല. നമുക്ക് പറ്റുമോ നോക്കാം, അൺബോക്സിങ് ചെയ്യാൻ പറ്റുമോ നോക്കാം, എന്നിട്ട് ഞാൻ അതിൻ്റെ വിവരണം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റാത്തത്. പക്ഷേ ആവശ്യമില്ലാത്തൊരു പോസിറ്റിവിറ്റി ആ ഫോണിന് വരുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കും പോസിറ്റിവിറ്റിയുടെ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ നമുക്ക് ആ വീഡിയോ ചർച്ച ചെയ്യാം, അങ്ങനെ വരുവാണെങ്കിൽ. ലെറ്റ്സ് ഹോപ്പ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും